പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് കർത്താവിന് നന്ദി. നമ്മുടെ ജീവിതത്തിൽ കാലങ്ങളായി നമ്മൾ കേൾക്കുന്ന ദൈവശബ്ദങ്ങൾ, ദൈവിക അരുളപ്പാടുകൾ, അനേകം അഭിഷിക്തന്മാരിലൂടെ നമ്മളോട് അരുളി ചെയ്ത ദൈവിക ദൂതുകൾ, എത്ര പേർ നമ്മളോട് പറഞ്ഞുവെന്ന്, എത്ര പ്രവചനം പറഞ്ഞുവെന്ന്, എത്ര ആലോചനകൾ പറഞ്ഞെന്ന് നമുക്ക് തിട്ടം കാണുകയില്ല. പലപ്പോഴും നമ്മുടെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ, പ്രതികൂലത്തിൻ്റെ നടുവിൽ പല ദൈവദാസന്മാരും നമ്മുടെ തലയിൽ വന്ന് കൈവച്ച് വിരൽ ചൂണ്ടിയോ നമ്മളോട് പറഞ്ഞിട്ടുള്ള ദൈവശബ്ദങ്ങളെ നാം ഇന്ന് എത്രയധികം ഓർക്കാറുണ്ട്. ദൈവശബ്ദങ്ങൾ ദൈവത്തിന് നിവർത്തിക്കാനുള്ളതാണ്. പ്രവചനങ്ങൾ, ദൂതുകൾ, അരുളപ്പാടുകൾ, വെളിപ്പാടുകൾ, ദർശനങ്ങൾ, ഇതൊക്കെ ദൈവത്തിന് നിവർത്തിക്കാനുള്ള കാര്യമാണ്. അത് ഏത് സാഹചര്യത്തിൽ നടക്കുമെന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയ വിഷയം. എപ്പോഴും നാം പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്, കർത്താവേ, എൻ്റെ കാലഘട്ടത്തിൽ എന്നോട് പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ, അരുളപ്പാടുകളെ എൻ്റെ കാലഘട്ടത്തിൽ കർത്താവേ അങ്ങ് ചെയ്യണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ തലമുറയിലൂടെ അത് കാണുവാൻ എനിക്ക് ഭാഗ്യം നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ നമ്മളോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങൾ നമുക്കും നമ്മുടെ തലമുറകൾക്കുമുള്ളതാണ്. നാം ജീവനോടിരുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണേണ്ടവരുമാണ്. എന്നെ കേൾക്കുന്ന അഭിഷിക്ത വൃന്ദമേ, ദൈവമക്കളെ, ഈ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ എന്നെ പരമേൽപ്പിച്ച ഒരു വചനഭാഗം നിങ്ങൾക്ക് ഞാൻ കൈമാറാൻ ഈ സമയം ഞാൻ തയ്യാറാകുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 46-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യമാണ് എനിക്ക് നിങ്ങൾ സംസാരിക്കുവാൻ, ഈ സമയത്ത് നിങ്ങളോട് പങ്കിടുവാൻ പരിശുദ്ധാത്മാവിനെ നിർബന്ധിച്ച വാക്യം ഇതാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 46-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യമാണ് ആമേൻ ഈ നിമിഷം നിങ്ങളോട് സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയത്. ആ വാക്യമെന്ന് വായിക്കുന്നു: ആരംഭത്തെങ്കിൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവർത്തിയാകും, ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഈ സമയത്ത് നിങ്ങളോട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ഞാൻ വചനത്തിൻ്റെ വെളിപ്പാടിൽ എത്തുകൊണ്ട് ഈ രാത്രി ഞാൻ പ്രസ്താവിക്കുന്നു, ആമേൻ, ദൈവത്തിൻ്റെ ആലോചന നിവർത്തിയാകും. ഇന്നല്ല നാളെ നിന്റെ ജീവിതത്തിൽ അത് നിവർത്തി ആകും എന്ന് നീ വിശ്വസിക്കുക. ദൈവം നിന്നോട്, ദൈവവചനത്തിലൂടെ നിന്നോട് സംസാരിച്ചിട്ടുള്ള അരുളപ്പാടുകൾക്ക് മുൻസ്ഥാനം കൊടുക്കുക. ദൈവവചനത്തിലൂടെ പറഞ്ഞിരിക്കുന്ന അരുളപ്പാടുകളെ, ദൈവിക വാഗ്ദത്തങ്ങളെ നീ മുറുകെ പിടിക്കുക. ആ വചനത്തെ നീ മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ അഭിഷിക്തന്മാരിലൂടെ നിന്നെ കേൾപ്പിച്ച ദൈവാലോചനയെ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കുക. അതിലൂടെ വചനത്തിൻ്റെ ശക്തിയാൽ നിന്നോട് പറഞ്ഞിരിക്കുന്ന ദൈവിക ആലോചനകളും പ്രവചനങ്ങളും അരുളപ്പാടുകളും നിന്നിൽ സംഭവിക്കുവാൻ സമയം അടുത്തു കഴിഞ്ഞു. ആമേൻ. വചനം പറയുന്നു, ഞാനത് നിവർത്തിക്കും. ആമേൻ. ഞാൻ പ്രസ്താവിക്കുന്നു, എൻ്റെ ആലോചന നിവർത്തിക്കും, ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും. ഇന്ന് ഈ സമയത്ത് എന്നെ കേൾക്കുന്ന ആമേൻ അഭിഷിക്ത വൃന്ദമേ, ദൈവ മക്കളെ, ദൈവാത്മാവിൻ്റെ നിറവിൽ ഞാൻ പറയുന്നു, ദൈവം അനുഷ്ഠിക്കും. എൻ്റെ ദൈവം നിന്നോട് പറഞ്ഞത് ചെയ്യാതിരിക്കുകയില്ല. ആരെങ്കിലും നിന്നോട് പറയുന്നു അത് നടക്കില്ലെന്ന്, ആമേൻ, ആരാണ് നിന്റെ വാതിലുകളെ, നിന്റെ വാഗ്ദത്തത്തിൻ്റെ വാതിലുകളെ വായുടെ ശബ്ദത്തിൽ അടയ്ക്കുന്നത്? ആരാണ് നിന്റെ വാതിലുകളെ അതരത്തിലൂടെ അടയ്ക്കുന്നത്? ഇന്ന് ഈ സമയത്ത് നീ പറ, യേശുവിന്റെ നാമത്തിൽ വായുടെ ജൽപ്പനങ്ങളിലൂടെ എൻ്റെ വഴികളെ അടയ്ക്കുന്ന, എൻ്റെ മേലുള്ള വാഗ്ദത്തങ്ങളെ അടയ്ക്കുന്ന, എൻ്റെ മേലുള്ള പ്രവചനങ്ങളെ അടയ്ക്കുന്നതിനെ ഞാൻ ഈ രാത്രി റിജക്റ്റ് ചെയ്യുകയാണ്. ആത്മനിയോഗത്തോടെ പറയുക. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതരത്തിലൂടെ പറഞ്ഞ് ചില വഴികൾ അടഞ്ഞുപോയത് നിങ്ങൾക്ക് അനുഭവമുണ്ടോ? ചില ദൈവപ്രവർത്തികളെ തടയുന്ന വാക്കുകൾ, പ്രവർത്തികൾ, സംസാരങ്ങൾ
നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അതിനെ മാറ്റുക, അതിനെ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോയി ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ ഇന്ന് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങളെ ഓർക്കുക. ദൈവം ചിലത് നിവർത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ അറിയാത്ത വഴികളിൽ അവൻ്റെ നിവൃത്തീകരണം എത്രമാത്രം നടന്നുവെന്ന് നിങ്ങൾ ഓർക്കുന്നു, ചിന്തിക്കുന്നു, നിരൂപിക്കുന്നു. നിങ്ങൾ പോയ വഴികളിൽ, ഇന്ന് നടന്ന വഴികൾ, പോയ വഴികൾ, യാത്ര ചെയ്തത് ഒന്ന് ചിന്തിച്ചേ. എത്രമാത്രം ദൈവപ്രവൃത്തികൾ, എത്രമാത്രം ദൈവിക കരുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞു, ഇനി നടക്കുവാൻ പോകുന്നു. ഞാൻ പ്രവർത്തിക്കും, ആരത് തടുക്കും? ധൈര്യമായിരിക്കുക. ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റിട്ടുണ്ട്.